ഹലോ എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. ലെറ്റ്സ് ബിഗിൻ. ഈ ചാപ്റ്ററിന് റൈറ്റർ ഇല്ല. ഇത് ന്യൂയോർക്കിൽ നിർമ്മിച്ച ഒരു ബ്രിഡ്ജിനെ കുറിച്ചാണ് പറയുന്നത്. ബ്രിഡ്ജ് എന്നാൽ പാലം. പാലത്തിൻ്റെ പേരാണ് ബ്രൂക്ലിൻ. ഈ പാലം നിർമ്മിക്കാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എഞ്ചിനീയറുടെ കഥയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ക്യാരക്ടേഴ്സ്. ഈ ചാപ്റ്ററിൽ പറയുന്ന ആദ്യത്തെ വ്യക്തിയുടെ പേരാണ് ജോൺ റോബ്ലിംഗ്. അദ്ദേഹമാണ് മെയിൻ എഞ്ചിനീയർ. അടുത്ത ഒരു കഥാപാത്രമാണ് വാഷിങ്ടൺ റോബ്ലിംഗ്. ജോൺ റോബ്ലിംഗിൻ്റെ മകനാണ് വാഷിങ്ടൺ റോബ്ലിംഗ്. പിതാവായ ജോൺ റോബ്ലിംഗിൻ്റെ മരണശേഷം ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ പണി ഏറ്റെടുത്ത് നടത്തുന്നത് വാഷിങ്ടൺ റോബ്ലിംഗ് ആണ്. പിന്നീട് വാഷിങ്ടൺ റോബ്ലിംഗ് തളർന്നു കിടപ്പിലാകുന്നു. അപ്പോൾ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ പണി നിർത്തിവെക്കുന്നു. അടുത്ത ക്യാരക്ടറാണ് എമിലി വാരൻ റോബ്ലിംഗ്. വാഷിങ്ടൺ റോബ്ലിംഗിൻ്റെ ഭാര്യയാണ് എമിലി വാരൻ റോബ്ലിംഗ്. പാലം പണി പുനരാരംഭിക്കുന്നത് എമിലിയുടെ മേൽനോട്ടത്തിലാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ പറയുന്ന ക്യാരക്ടേഴ്സാണ് അതർ എഞ്ചിനീയേഴ്സ് ആൻഡ് ക്രൂ മെമ്പേഴ്സ്. അതർ എഞ്ചിനീയേഴ്സ് മറ്റ് എഞ്ചിനീയർമാരാണ്. അവരുടെ പേരൊന്നും ഇതിൽ പറയുന്നില്ല. പിന്നെ പറയുന്നത് ക്രൂ മെമ്പേഴ്സ് ആണ്. ക്രൂ മെമ്പേഴ്സ് എന്നാൽ പാലം പണിയിൽ സഹായിക്കുന്ന മറ്റ് ടീം അംഗങ്ങൾ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. ഇനി സമ്മറി നോക്കാം. ജോൺ റോബ്ലിംഗ് wanted to build a suspension bridge between ന്യൂയോർക്ക് ആൻഡ് ലോങ് ഐലൻഡ്. ന്യൂയോർക്കിനും ലോങ് ഐലൻഡിനും ഇടയിൽ ഒരു തൂക്കുപാലം നിർമ്മിക്കാൻ ജോൺ റോബ്ലിംഗ് ആഗ്രഹിച്ചു. Experts said it was impossible, but John believed in his idea. ഇത് അസാധ്യമാണെന്ന് ഈ മേഖലയിലുള്ള വിദഗ്ധർ പറഞ്ഞു. ബട്ട് ജോൺ believed in his idea. എന്നാൽ ജോൺ തൻ്റെ ആശയത്തിൽ ഉറച്ചു നിന്നു. He worked with his son Washington to design the bridge. അദ്ദേഹം തൻ്റെ മകനായ വാഷിങ്ടണുമായി ചേർന്ന് പാലം രൂപകൽപ്പന ചെയ്തു. After John's death, Washington took over the project. ജോണിൻ്റെ മരണശേഷം വാഷിങ്ടൺ പദ്ധതി ഏറ്റെടുത്തു. But got injured and could not move or talk. പക്ഷേ വാഷിങ്ടണിന് ഒരു അപകടം സംഭവിച്ചു. അദ്ദേഹത്തിന് അനങ്ങാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല. Washington's wife Emily helped him communicate with the engineers by tapping on her arm. വാഷിങ്ടണിൻ്റെ ഭാര്യയായ എമിലി തൻ്റെ കയ്യിൽ തട്ടി എഞ്ചിനീയർമാരുമായി ആശയവിനിമയം നടത്താൻ അദ്ദേഹത്തെ സഹായിച്ചു. അതായത് അദ്ദേഹം എമിലിയുടെ കയ്യിൽ തട്ടി എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എമിലി മനസ്സിലാക്കി എഞ്ചിനീയർമാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. The bridge was finally completed in 1883 and is now known as the Brooklyn Bridge. 1883 പൂർത്തിയാക്കിയ പാലം ബ്രൂക്ലിൻ പാലം എന്നാണ് അറിയപ്പെടുന്നത്. The story shows that with determination and hard work, anything is possible, even when people think it's impossible. നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും കൊണ്ട് എന്തും സാധ്യമാണ്. നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല എന്നാണ് ഈ കഥ നമുക്ക് കാണിച്ചു തരുന്നത്. ഇത്രയുമാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ കഥ. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.